ലോക ഫുട്ബോളിന്റെ പരമോന്നത സംഘടനയായ ഫിഫ ബ്രസീൽ ഫുട്ബോൾ ടീമിനെ വിലക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബ്രസീലിന് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ മുന്നറിയിപ്പ് ഫിഫ നൽകിയെന്ന് അസോസിയേറ്റഡ് പ്രസ് വെളിപ്പെടുത്തിയിരുന്നു. ഫിഫ നിയമങ്ങളെ മറികടന്ന് രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ കാര്യങ്ങളിൽ തീരുമാനം എടുത്തതാണ് ഫിഫയെ ചൊടിപ്പിച്ചത്. സംഘടനാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകളെ തുടർന്ന് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ എഡ്നാർഡോ റോഡ്രിഗസിനെ കോടതി പുറത്താക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഫിഫയുടെ മുന്നറിയിപ്പ് വന്നത്. ഫിഫയുടെ കീഴിൽ സംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടരുതെന്ന നിയമം ഫുട്ബോൾ ഫെഡറേഷൻ കർശനമായി നടപ്പിലാക്കാറുമുണ്ട്. ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ രാജ്യത്തെ ക്ലബ്ബുകളെയും ബ്രസീലിന്റെ എല്ലാ പുരുഷ വനിതാ ടീമുകളെയും അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ നിന്നും വിലക്കാൻ ഫിഫ മടിക്കില്ല. എന്നാൽ ഈ വിലക്ക് നിലനിൽക്കുമ്പോൾ ബ്രസീലിയൻ ലീഗ് പോലെയുള്ള ആഭ്യന്തര ലീഗ് മത്സരങ്ങൾ നടത്താൻ വിഷയമില്ല. എന്നാൽ കോപ്പ അമേരിക്ക, കോപ്പ ലിബർട്ടഡോസ് തുടങ്ങിയ ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ ബ്രസീലിന് കഴിയുകയുമില്ല. സമാനമായ സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ ഫിഫ ഒരിക്കൽ വിലക്കി. ഇതുപോലെ സുപ്രീം കോടതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്നായിരുന്നു വിലക്ക് വന്നത്. അത് കാരണം ഇന്ത്യ പല മത്സരങ്ങളും കളിച്ചിരുന്നില്ല. കേരളത്തിന്റെ ക്ലബ്ബായ ഗോകുലം കേരളയുടെ വനിതാ ടീമിന് ഏഷ്യയിലെ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതും ഫിഫയുടെ വിലക്ക് കാരണമായിരുന്നു. ഫിഫ മുന്നറിയിപ്പ് നൽകിയ കാര്യത്തിൽ മാറ്റമൊന്നും വന്നില്ലെങ്കിൽ ബ്രസീൽ ടീമിന് വിലക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ സംഭവിച്ചാൽ വരാനിരിക്കുന്ന കോപ്പ അമേരിക്ക, ഒളിമ്പിക്സ് അടക്കമുള്ള ടൂർണമെന്റുകളിൽ ബ്രസീലിയൻ ടീമിന് പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഉടനെ ഒരു ഉചിതമായ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ബ്രസീലിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നതും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.